വലിയ നടന്മാരെ കൊണ്ട് പറ്റാതെ ഇപ്പൊ കൊച്ചു മരുന്ന് കണ്ട ഫോട്ടോ കൊണ്ട് നടക്കണത് കണ്ട ഒരു മോഹൻലാലോ ഒരു മമ്മൂട്ടിയോ വരുന്നതിനേക്കാളൊക്കെ കുറച്ചുകൂടി നന്നായി അഭിനയിച്ചിരിക്കുന്നു. നല്ല പടമാണ്. നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം. പടത്തില് കോമഡി ഉണ്ട്, റൊമാൻസ് ഉണ്ട്, പിന്നെ കുറച്ച് സെന്റിമെന്റ്സ് എലമെന്റ് ഉണ്ട്. ആക്ച്വലി ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ വിചാരിച്ചൊരു സിമ്പിൾ ഒരു പടമായിരിക്കും എന്ന് കരുതി. പക്ഷെ അങ്ങനല്ല, നല്ല രസമുണ്ട്. പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എല്ലാ ആർട്ടിസ്റ്റുകളും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഷൈൻ നന്നായിട്ടുണ്ട്, ഷൈൻ ടോം ചാക്കോ കൊള്ളാം, രഞ്ജി പണിക്കർ കൊള്ളാം. പിന്നെ ഒരു ഫോറിനർ വന്നിട്ടുണ്ട് ഒരാൾ. പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ചിലപ്പോൾ ഹോളിവുഡ് മൂവീസിലൊക്കെ ഉള്ള ആളാണെന്ന് തോന്നുന്നു. കാരണം അഭിനയം കണ്ടപ്പോൾ സെന്റിമെന്റ്സ് രംഗങ്ങളാണെങ്കിൽ ശരി, അല്ലാതെ കാഷ്വൽ ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല മൂവി, നല്ല രസമുണ്ട്. പടം ഇതാണ് കാര്യം. ഈ പടം നമ്മൾ കാണുമ്പോഴത്തേക്ക് ഈ ആണുങ്ങളിൽ ഒരുപാട് പേര് ഇതിനെ ഗായായിട്ടൊക്കെ വരുമല്ലോ. ആ ഒരു സംഭവം നമ്മളെ ഷെയ്ൻദാ ചാക്കാണ് ആ ഒരു ക്യാരക്ടർ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ബാബുരാജ് ഒരു രക്ഷയല്ല. ഒരുപാട് നാളുകൾക്ക് ശേഷം ബാബുരാജിന്റെ ഒരു വൻ തിരിച്ചുവരവാണ് ഈ പടം. ബാബുരാജ് അടിപൊളിയായിട്ട് കോമഡി എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ആദ്യം തൊട്ട് അവസാനം വരെ ഭയങ്കരമായിട്ടുള്ള കോമഡിയാണ്. പിന്നെ നമ്മുടെ ഷെയ്നിന്റെ പടം ഞാൻ ആർഡിഎക്സ് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വേറെ കുമ്പളങ്ങ നൈസ്. പക്ഷെ കൊച്ചു പയ്യന്മാർ വന്നല്ലേ പണം ഹിറ്റ് അടിച്ചിട്ട് പോണത്. വലിയ നടന്മാരെ കൊണ്ട് പറ്റാതെ ഇപ്പൊ കൊച്ചു പയ്യന്മാര് കണ്ട ഫോട്ടോ കൊണ്ട് നടക്കണത് കണ്ട പിന്നെ അല്ല ആളെയും പൊളിയായിട്ട് വന്നിരിക്കുകയാണ്. തീ പണം സൂപ്പർ. പ്രാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ 56 വയസ്സായ കളവൻ ഞാനും ഒരു പെണ്ണ പ്രാമിക. എനിക്ക് പ്രാമിക്കണമെന്നുണ്ട്, നല്ല മൂവിയാണ്. നമുക്ക് വൺ ടൈം കാണുന്നതിനൊന്നും അങ്ങനെ എന്താ പൈസ കൊടുത്ത് നഷ്ടമാവുന്നൊന്നുമില്ല. നല്ലതാണ്. ആവറേജ് പടം. പിന്നെ കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷെയ്ന്റെ ഒരു ചെറിയ പടം, നൈസാണ്. കോമഡി ഒക്കെ വേണം, കുഴപ്പമില്ല. ബാബുരാജും ഷെന്നിക്കും എല്ലാവരും അടിപൊളിയാണ്. പടം പൊളി കോമഡി പടമാണ്. ബാബുരാജിന്റെയും ഷെന്നികത്തിന്റെയും ഒരു കോംബോ പ്രതീക്ഷിച്ചു. ടോട്ടലി ലാഗില്ല, ചെറിയ രീതിയിൽ അവിടെ ഇവിടെയും ഇത്രയേ ഉള്ളൂ. പടമൊക്കെയാണ് നല്ല പടമായിരുന്നു. മീൻസ് ഇവരുടെ കോമ്പിനേഷൻ കൊള്ളായിരുന്നു. ബാബുരാജ് ആണെങ്കിലും ഷെയ്നിക ആണെങ്കിലും രണ്ടുപേരും ഭയങ്കര രസമാണ്. പടം കൊള്ളാം, കാണാം. സ്റ്റാഫും കൊള്ളാം. നല്ല അത്യാവശ്യം നല്ല കോമഡി ഉണ്ട്. നല്ല മൂവി. ഷൈനൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമ. സാധാരണ കാണുന്നതിൽ ഒരു മോഹൻലാലോ ഒരു മമ്മൂട്ടിയോ വരുന്നതിനേക്കാളൊക്കെ കുറച്ചുകൂടി നന്നായി അഭിനയിച്ചിരിക്കുന്നു. കൊള്ളാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞങ്ങളെ മാതിരിയുള്ള ആളുകൾക്ക് വൺ ടൈം വാച്ചബിൾ ആണ്. കുഴപ്പമില്ല. നല്ല അഭിനയം. രണ്ട് ജനറേഷനിലുള്ള ലവ് സ്റ്റോറി കൊണ്ടുവന്ന ഒരു പുതിയ തീം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നന്നായിട്ട്. എടുത്ത് പറയാനായിട്ടുള്ള നല്ല കോമഡിയാണ്. നല്ല കോമഡി സിനിമ.